Hi all, welcome to my YouTube channel. ഇന്ന് ഞാൻ Camel ഇൻസ്റ്റൻറ്റ് സാമ്പ്രാണിയാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. Camelന്റെ ഇൻസ്റ്റൻറ്റ് സാമ്പ്രാണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ പ്യുവറും നാച്ചുറലും ട്രഡീഷണലും ആയിട്ടുള്ള ഒരു സാമ്പ്രാണിയാണ്. പൂജയ്ക്കും അതേപോലെ തന്നെ മോസ്കിറ്റോ റിപ്പലൻ്റ് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ബാഡ് സ്മെല്ല് നമ്മുടെ റൂംസിലുണ്ടെങ്കിൽ ഇത് നമ്മൾ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല അരോമ ആ റൂമിൽ ഫില്ലായിട്ട് വരും. അപ്പോൾ ഇത് കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു എർത്തൻ ബേസ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ബേസിലായിരിക്കണം നമ്മളിത് കത്തിച്ച് വെക്കാൻ പാടുള്ളൂ. ചെറിയൊരു പാക്കായിട്ട് തോന്നുമെങ്കിലും ആവശ്യത്തിലധികം സാമ്പ്രാണീൻ്റെ സ്റ്റിക്സ് ഇതിലുണ്ട്. ഇതെങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് ഇവരിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ജസ്റ്റ് നമ്മൾ കത്തിച്ചെടുത്താൽ മതിയാവും. നാച്ചുറൽ റെസിൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 20 എണ്ണമാണ്, പ്ലസ് 4 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 30 റുപ്പീസാണ്. അപ്പോൾ വളരെ ചെറിയൊരു റേറ്റിന് തന്നെ നല്ലൊരു സാമ്പ്രാണി നമുക്ക് കിട്ടും. ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എത്ര സാമ്പ്രാണി ഉണ്ട്, എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്നും ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കവറിലായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതിയാവും. കത്തിച്ച് വെക്കാനുള്ളൊരു ചെറിയ മെറ്റൽ ബേസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ കുറച്ച് അട്ടിക്കട്ടിക്കായിട്ട് സാമ്പ്രാണികൾ ഇങ്ങനെ ഓരോ കവറിലായിട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് തൽക്കാലം ഒരു സാമ്പ്രാണി എടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ നമുക്ക് മെറ്റൽ ബേസിൽ വെക്കാൻ പറ്റും. എന്നിട്ട് വേണം നമ്മൾ കത്തിച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഓരോ കുഞ്ഞു പാക്കിലും എത്ര സാമ്പ്രാണി സ്റ്റിക്സ് തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓരോ പാക്കറ്റിലും 6 സാമ്പ്രാണി സ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു മെഴുകുതിരി കൊണ്ടോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി കൊണ്ടോ കത്തിച്ചതിന് ശേഷം ആ മെറ്റലിൻ്റെ മേലെ പ്ലേസ് ചെയ്യാം. എന്തെങ്കിലും സാധനം യൂസ് ചെയ്തിട്ട് ഇത് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിലാണെങ്കിലും ഇത് കത്തിച്ചെടുക്കാം. ഈ അണഞ്ഞു കഴിയുമ്പോൾ നല്ല സ്മെല്ലുള്ളൊരു പുക ഇതിനകത്തുനിന്ന് വരും. അപ്പോൾ ഞാൻ ഈ സാമ്പ്രാണി കത്തിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു പോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു മണ്ണിൻ്റെ പോട്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കുന്തിരിക്കവും കൂടി ഇട്ടതിന് ശേഷം ഈ സാമ്പ്രാണി എടുത്തിട്ടു. അപ്പോൾ ഒരു കുന്തിരിക്കത്തിൻ്റെ സ്മെല്ലും അതേപോലെ ഈ സാമ്പ്രാണീൻ്റെ നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ടാവും. അപ്പോൾ ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കൊണ്ടുവച്ച, ബാത്റൂമിൻ്റെ ഉള്ളിലല്ല പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ പോകും. അപ്പോൾ അതേപോലെ തന്നെ ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ സാമ്പ്രാണി റൂമിലൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സുഗന്ധം എല്ലാ റൂമിലും പടരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്കും ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യണം. സ്ക്രീനിലും അതേപോലെ തന്നെ ഐ ബട്ടണിലും ഞാൻ പ്ലേലിസ്റ്റുകളും വീഡിയോസും ഇടുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.